എൻ്റെ ഒരു പൊസിഷൻ അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ പ്രധാനമായിട്ട് പിന്നെ ട്രേഡ് യൂണിയനുകൾ ഒന്നിക്കുക, ട്രേഡ് യൂണിയനുകൾ ഒന്നിപ്പിക്കാൻ വളരെ നല്ല പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ BMS ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ. അവർ ഇതിൻ്റെ കൂടെ വരാൻ തയ്യാറല്ല. അത് തന്നെ നമുക്ക് ഡ്രോബാക്ക് ആണെങ്കിലും ബാക്കിയുള്ള ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അത് തീർച്ചയായിട്ടും വിജയത്തിലെത്തും. പിന്നെ ഗവൺമെൻറ് ആണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് എത്ര കൊല്ലമായിട്ട് നമ്മൾ 17 ഡിമാൻഡുകൾ വെച്ച് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് നല്ല തീരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് ട്രേഡ് യൂണിയൻ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നടന്നു വരുന്ന ഈ മുന്നേറ്റങ്ങളെ ഒന്നുകൂടി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് ആണ് ഒന്ന്. രണ്ട്, ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ. കാരണം പൊളിറ്റിക്കൽ സൊല്യൂഷൻ എന്ന് ഞാനിവിടെ പറഞ്ഞത് ഇപ്പോൾ പിന്നെ നമ്മുടെ ദേശീയ തലത്തിലുള്ള നമ്മളെ രാഹുൽ ഗാന്ധിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യം അതിനൊക്കെ ഒന്ന് വളരെ വിപുലമാക്കിയ ഒരു പൊളിറ്റിക്കൽ ശക്തി. കാരണം ഒരു ബലവാനും ബലവാനും തമ്മിലെ ഒത്തുതീർപ്പുണ്ടാവും. അപ്പോൾ ഒരു ബലവാനാക്കി കൂടുതൽ ഇതിനെയും നിലനിർത്തിക്കൊണ്ട് നമ്മളും നമ്മുടെ സംഘടനകളും ഇവിടുത്തെ രാഷ്ട്രീയ നമ്മളെ അനുകൂലിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ 100% വിജയമുണ്ടാകുമെന്ന ഉത്തമ വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. STUവിൻ്റെ പങ്ക് തീർച്ചയായിട്ടും STU വഹിക്കുക തന്നെ ചെയ്യും. കുറഞ്ഞ വാക്കിനെ മറുപടി പറയാൻ സാധിക്കുള്ളൂ. ശ്രീ സാറ് വലിയ ന്യായമായ ആവശ്യങ്ങൾക്കായി സമരം ചെയ്താൽ നിങ്ങൾ തുറങ്കിലടയ്ക്കും എന്ന് നിയമത്തിൽ എഴുതി വെക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ അനുച്ഛേദം 19(1) Aയും Bയും Cയും Dയും ഇപ്പോൾ നിലനിൽക്കും. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്, ഫ്രീഡം ഓഫ് അസംബ്ലി ഉണ്ട്. ആ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ന്യായമായ കാര്യങ്ങൾക്കുള്ള പ്രക്ഷോഭങ്ങളുമായി ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നതിനർത്ഥം. സമര പോരാട്ടങ്ങൾ ഒരു കാലത്തും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് ഏത് രാജ്യത്തിൻ്റെയും ഏത് രാഷ്ട്രീയ സംഘടനയുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് ന്യായമാണെങ്കിൽ, അത് നീതിയുള്ളതാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണെങ്കിലും, അത് തൊഴിലാളികളുടെ അവകാശ പോരാട്ടമാണെങ്കിലും, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചോദ്യമായി നിൽക്കുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഭരണഘടനയെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണെങ്കിലും അതിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. സർവ്വ തൊഴിലാളി ഐക്യം ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ SITU ഉൾപ്പെടെ കഴിയട്ടെ, STU ഉൾപ്പെടെ കഴിയട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഭരിച്ചാലും ഏത് കോർപ്പറേറ്റുകൾ നമുക്ക് നേരെ നഖം തീണ്ടി വന്നാലും അതിനെയൊക്കെ തകർക്കാനുള്ള ഇച്ഛാശക്തിയും ആത്മധൈര്യവും തൊഴിലാളി ശക്തിക്കുണ്ട് എന്ന പ്രഖ്യാപനമാണ് നമ്മളിവിടെ നടത്തുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ അതിഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഈ സെഷനിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് STU സംസ്ഥാന സെക്രട്ടറിമാരിലൊരായ C. അബ്ദുൽ നാസറാണ്. ക്ഷണിക്കുന്നത്. വേദിയിൽ ഉപേക്ഷിതായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ ഐതിഹാസികമായ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇന്നലെ നടന്ന ഗംഭീര പ്രകടനവും പൊതുസമ്മേളനവും അതിനുശേഷം ഇന്ന് 2ാം ദിവസം ഇന്നിവിടെ പൊതുസമ്മേളനം നടക്കുക. ആദ്യ സെഷന് ശേഷം നടക്കുന്ന 2ാമത്തെ പാനൽ ചർച്ചയിൽ ഇന്ന് നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യം വിഷയം കോർപ്പറേറ്റുവൽക്കരണം, തൊഴിൽ നിയമ ഭേദഗതികൾ, പ്രത്യാഘാതവും പ്രതിസന്ധിയും എന്നാണ്. അത് സംബന്ധിച്ച് ഇവിടെ പാനലിസ്റ്റുകളായിട്ട് പങ്കെടുത്തിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അവർ,
KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ, മോഡറേറ്റർ ഷെരീഫ് സാഗർ, ഇവരൊക്കെ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് തന്നെ നമ്മളോട് സംവദിക്കുകയുണ്ടായി. കോർപ്പറേറ്റ് വൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഈ തൊഴിൽ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ തൊഴിലാളികൾ വളരെ ഗൗരവമായി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. തൊഴിലാളികളുടെ നിയമനം, അതുപോലെ തന്നെ അവരുടെ സേവന ദൈർഘ്യം, സമയം, അതുപോലെ തന്നെ അവരുടെ വേതനം, ഈ 3 കാര്യങ്ങളും ഈ നിയമത്തിൽ നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് തൊഴിലുടമക്ക് തന്നെയാണ്. പിന്നെ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അധികമൊന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ തൊഴിലാളി സംഘടനകളെയും ഒരുമിച്ച് നിർത്തി ഈ വിഷയത്തിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചില്ല.